ഓക്കെ. നമ്മൾ കൊച്ചിയിലാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ പരിപാടി നമ്മുടെ വിനോദ് സാറ്, ഡോക്ടർ വിനോദ് സാറിൻ്റെ ചെറിയൊരു പ്ലോട്ടിൽ കുറച്ചധികം നല്ല ഹെവി സൈസ് വെറൈറ്റി ആയിട്ടുള്ള ജംബോ പ്ലാന്റ്സ് നടാനായിട്ടുള്ള പരിപാടിയാണ്. മാവാണ് കേട്ടോ. മാവുകൾ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അത്തരത്തിലുള്ള കുറച്ച് ഹെവി സൈസ് മാവുകളാണ് നമ്മളിന്നിവിടെ ഇറക്കാൻ പോണത്. പിന്നെ അതൊക്കെ ഒന്ന് നടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതായി ഇരിക്കുന്നതെല്ലാം ഒരു ലോട്ടാണ്, ഇപ്പോൾ വന്നിട്ടുള്ളതെല്ലാം ഒരു ലോട്ടാണ് മാവുകൾ വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് യൂഷ്വലായിട്ടുള്ള അൺയൂഷ്വലായിട്ടുള്ള മാവ് വെറൈറ്റീസ് ഉണ്ട്. ജംബോ റെഡ് ഉണ്ട്, പിന്നെ കാലാപ്പാടിയുടെ ഹെവി സൈസ് ഉണ്ട്, നമ്മുടെ എന്താ പറയുക സൂപ്പർ ക്യൂനുണ്ട്. നമുക്ക് ഒരുവിധമുള്ള നല്ല ഹെവി സൈസ് മാങ്ങ കിട്ടുന്നതും വളരെ അൺയൂഷ്വലായിട്ടുള്ള മാങ്ങ കിട്ടുന്നതുമായിട്ടുള്ള എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട്. ജംബോ സൈസ് മാവുകൾ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കൊച്ചിയിലാണുള്ളത്. നമുക്ക് കുറച്ചധികം മാവുകൾ നമ്മളിവിടെ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ മാവുകൾ നടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു റെഫറൻസ് ആവും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇപ്പോൾ നടാൻ വേണ്ടി പോകുന്നത്, ഇത് ആദ്യമായിട്ട് നടുന്നത് നമ്മുടെ ജംബോ റെഡ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ വെറൈറ്റിയാണ്. ഹെവി സൈസ് മാവാണ്, അതായത് 30 സൈസ് കവറാണ്. നല്ല ഹെവി ആയിട്ടുള്ള മാവാണ്. ഇപ്പോൾ ഇത് നമ്മൾ കുഴി എടുത്തിട്ടുള്ളത് ഇത് 2.5 x 2.5 സൈസ് നമ്മൾ ഹെവി ആയിട്ടുള്ള ഒരു കുഴിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അതിനകത്തേക്ക് ജൈവവളം മിക്സെല്ലാം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, നമ്മുടെ ലൈറ്റായിട്ട് എല്ലുപൊടി, പിന്നെ നമ്മുടെ അതിനകത്ത് കുറച്ച് എന്താ പറയുക കുറച്ച് കക്കാപ്പൊടി കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. അത് ഓൾറെഡി ഇട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്ലാന്റുകൾക്ക് ഈസിയായിട്ട് വേറെ അതിലേക്ക് ഇറങ്ങിപ്പോവും. അടിവളം കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. നമുക്കിനി പ്ലാന്റിനെ ഇതിലേക്ക് ഇറക്കി വയ്ക്കാൻ പോകുന്ന പ്രൊസീജിയറാണ്. എങ്ങനെയാണ് അത് ഇറക്കുന്നതെന്ന് ഉള്ളതിനെക്കുറിച്ചൊരു ചെറിയ റെഫറൻസ് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഇതുപോലെ വലിയ പ്ലാന്റ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വേരുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചരിച്ച് ഒന്ന് ഇവിടെ ആദ്യം വയ്ക്കും, ചരിച്ച് വെച്ചതിന് ശേഷം ചെയ്യാൻ പോകുന്നത് ഈ സൈഡ് കട്ട് ചെയ്ത് ഇതിൻ്റെ കവറിൻ്റെ നമ്മൾ മാറ്റിയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷമാണ് നമുക്ക് പ്ലാന്റ് താഴേക്ക് ഇറക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കവർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സൈറ്റ് റെഡി കേട്ടോ. വെട്ടരുത്, വേറെ പൊട്ടും. യെസ്, റൗണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് പ്ലാന്റിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, മാവുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വേര് നമുക്ക് ഒരിക്കലും ഇളകാൻ പാടില്ല. ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റുകൾക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഗ്രോത്ത് കിട്ടില്ല. മണ്ണിളകി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റിൻ്റെ ഇലകൾ കരിഞ്ഞു പോയി പ്ലാന്റ് മൊത്തമായിട്ട് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാവും. അതിപ്പോൾ എത്ര മഴക്കാലമാണെങ്കിലും ചിലപ്പോൾ പ്ലാന്റ് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അടിവശത്തുള്ള കവർ കട്ട് ചെയ്യാണ് പ്രാധാന്യമായിട്ടുള്ള കാര്യം. അത് നമുക്ക് കെയർഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അടി പിടിച്ചോ. ഓക്കെ, മണ്ണ് പൊട്ടരുത്. ഇറക്കി വെക്ക്. സെൻട്രി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാന്റിനെ സേഫായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കറിയാം, കണ്ടോ, ഇവിടേക്ക് നമുക്ക് 4 പാട് നമുക്ക് ഗ്യാപ്പുകൾ കാണാം. മണ്ണിറക്ക്. ചുവന്ന മണ്ണ് വെട്ടിയിട്ടോ. അതന്നെ കട്ട, അത് പ്രശ്നമല്ല. വെട്ടിട്ടോ, ഇവിടെ വെട്ടിയിട്ട് ഇവിടെ നമ്മൾ മണ്ണിട്ട് പ്ലാന്റ് ആടാത്ത രീതിയിലൊന്ന് ചവിട്ടി ഉറപ്പിക്കാണ് ഇവിടെ ചെയ്യുന്നത്. ചവിട്ടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പ്ലാന്റ് അനങ്ങില്ല. അതിനുശേഷം ഫൈനലി വേണം നമുക്ക് കവർ വലിച്ചെടുക്കാനായിട്ട്. കവർ ഇളകിയിരിക്കുന്നതുകൊണ്ട് ഈസിയായിട്ട് മുകളിലേക്ക് പോരും, പ്രശ്നമില്ല. ഇനി ഒരു ലോഡ് കൂടെ ആദ്യം ഇട്ട് കൊടുക്കും, ആ പൊടി ഇട്ട് കൊടുക്കും. ഒന്നുകൂടെ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ചവിട്ടി ടൈറ്റ് ചെയ്തതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് പോലും അറിയാതെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇതിനൊരു അനക്കവും ഇല്ല. ഇനി നമുക്ക് മണ്ണിട്ട് ഇതിനെ ഒന്ന് ഫില്ല് ചെയ്യാം. അങ്ങനെ കേട്ടെ, ആ സൈഡിലൊക്കെ പോട്ടെ. പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് ചവിട്ടി ഉറപ്പിച്ച് അടിവളമൊക്കെ കൊടുത്ത് നട്ട് കഴിഞ്ഞു. നമുക്കിവിടെ കാണാം, ഇതാ ചില ബ്രാഞ്ചുകളിൽ തളിര് വന്നിട്ടുണ്ട്, ചില ബ്രാഞ്ചുകൾ തളിര് വരാതെ ഒന്ന് മുരടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ മഴക്കാലമാണ്, ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ പ്ലാന്റിൻ്റെ വളർച്ച മുരടിച്ച ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇത് വരുമ്പോഴേക്കും തളിരുകൾ പുതുതായിട്ട് വരികയും പ്ലാന്റ് ബ്രാഞ്ചുകളൊക്കെ ആയി അടിപൊളിയാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു വളർച്ച മുരടിച്ച കുറച്ച് ഏരിയ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡിയായി കൊടുക്കാം. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റിൻ്റെ ചുവട്ടിൽ നമ്മൾ നല്ല മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കട്ട് ചെയ്ത ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് നമുക്ക് സാഫൊക്കെ ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കും. അതിനുശേഷം ഇതിൻ്റെ ഗ്രോത്ത് നമുക്ക് ചെക്ക് ചെയ്യണം.
ഉടനെ തന്നെ, അതായത് നമുക്കൊരു 2 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ തളിരുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ മാവുകൾ ഇങ്ങനെയാണ് നടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേയധികം മാവുകൾ വെക്കാനുണ്ട്. ഈ ഇരിക്കുന്നതൊക്കെ ആ വെറൈറ്റി കേട്ടോ. ഇതെല്ലാം വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിനകത്ത് സൂപ്പർ ക്യൂനുണ്ട്, നമ്മുടെ കാലാപ്പാടിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി മാവുകളുണ്ട് കേട്ടോ. ജൈവവള മിശ്രിതം, അതായത് നമ്മുടെ ഈ ചാണകപ്പൊടി ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതെന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ പ്ലാന്റ് നടുമ്പോൾ എപ്പോഴും മൈൽഡായിട്ടുള്ള വളമാണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ മൈൽഡായിട്ട് കൊടുത്ത് പ്ലാന്റിനെ വളർത്തിയെടുത്തതിന് ശേഷമാണ് അടുത്ത സ്റ്റേജിൽ നമ്മൾ കൂടുതൽ എന്താ പറയുക ബൂസ്റ്റർ വളങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓർഗാനിക് വളങ്ങളായിട്ടുള്ള ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയതൊക്കെയാണ് നമ്മൾ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അതവിടെ താഴ്വശത്ത് നല്ല മണ്ണിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിലും പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉയർത്തി കൊടുക്കാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിവശത്ത് മുഴുവനും എന്താ പറയുക നമ്മുടെ മണൽ പോലുള്ള മണ്ണാണ്. അപ്പോൾ പൊടിമണ്ണല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്താ പറയുക നല്ല മണ്ണും കൂടെ നമ്മൾ ഇട്ടാണ് നമ്മളിതിപ്പോൾ ഇനിഷ്യലി പോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചുറ്റിലും നമ്മളിടാൻ പോകുന്ന എല്ലാം തന്നെയും കോരിത്തട്ടിയ നല്ല മണ്ണാണ്. അത് ഒരു സ്റ്റെപ്പ്. പിന്നെ വെള്ളം കെട്ടുന്ന ഒരു സ്ഥലമാണ്, ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വളർന്നു വരുന്നത് വരെ ഒരു ചെറിയൊരു വെള്ളം കെട്ടി നിൽക്കാതെ ഒരു കൂന പോലാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഈ ഇടുന്ന മണ്ണിന് അടുത്ത സ്റ്റേജിൽ ഒരു 3 മാസം കഴിയുമ്പോൾ ഒന്ന് തട്ടി നിരപ്പാക്കിയതിന് ശേഷം നമുക്ക് അവിടെ ജൈവവളം കൊടുക്കുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പ്ലാന്റ് എന്താ പറയുക നശിച്ചു പോകാതെ വേറെ പ്രശ്നമൊന്നും വരാതെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ അതിനൊന്ന് ഒരു സ്റ്റെപ്പ് വളർത്തിയെടുക്കുക എന്നുള്ളൊരു പ്രൊസീജിയറാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു കൊട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു ഏകദേശം ഒരു കൂന പോലെ ആയി കിട്ടും. നമ്മുടെ ഒരു വെള്ളം കെട്ടി നിൽക്കാതെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് തൽക്കാലത്തേക്ക് നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്ത് നിർത്തിയത്. മതി കേട്ടോ, മതി, ഫിനിഷ്. ഇത് നമ്മുടെ കാലാപ്പാടിയാണ് കേട്ടോ. കാലാപ്പാടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ മാങ്ങ കിട്ടുന്ന, അതായത് ഏറ്റവും നല്ല രീതിയിൽ നിറയെ മാങ്ങ കായ്ക്കുന്ന ഒരു മാവിനമാണ് കാലാപ്പാടി. പിന്നെ ഇത് നല്ല ടേസ്റ്റുള്ളൊരു മാവിനമാണ്. കേരളത്തിൽ കാലാവസ്ഥയിലുള്ള മാങ്ങകളിൽ നല്ലൊരു മാവിനെന്നാണ് കാലാപ്പാടി പൊതുവെ അറിയപ്പെടുന്നത്. പിന്നെ ഇത് 2-3 പ്രാവശ്യം പൂക്കും. പക്ഷേ നമുക്ക് ഡിസംബർ സമയങ്ങളിലാണ് നമുക്ക് ക്ലിയറായിട്ട് ഇതിൻ്റെ കായ്ബലം ലഭിക്കുന്നത്. പിന്നെ അല്ലാതെ വരുന്ന ടൈമിൽ കായ്ബലം ഇച്ചിരി കുറവായിരിക്കും. എന്നിരുന്നാലും നല്ലൊരു നമ്മുടെ കാലാവസ്ഥയിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കായ്ബലം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ കാലാപ്പാടി കേട്ടോ. കാലാപ്പാടിയുടെ ഒരു നല്ലൊരു വലിയ പ്ലാന്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഏത് പ്ലാന്റ് നട്ട് കഴിഞ്ഞാലും ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ കവർ ഊരേണ്ടത്. കവർ ഊരുമ്പോൾ കണ്ടോ, നമ്മൾ ആ കവറിനുള്ളിലിരുന്ന മണ്ണ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഒന്നും പൊട്ടിയിട്ടോ ഒന്നുമില്ല. പ്ലാന്റിന് ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. അതായത് പ്ലാന്റ് അറിയാതെ തന്നെ നമ്മൾ പ്ലാന്റിനെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ബാക്കിയുള്ളത് നമുക്ക് ജൈവവളമെല്ലാം മുകളിലൂടെ ഇട്ട് നമുക്ക് ഫില്ല് ചെയ്ത് പൊടി റെഡിയാക്കിയാൽ സംഭവം റെഡിയായി, സെറ്റായി. എല്ലാം ഹെവി സൈസ് മാവുകളാണ് വെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ വളർന്ന് വലുതായി ഏകദേശം കായ്ബലമായി തുടങ്ങിയ മാവുകളാണ് വെച്ചത്. മണ്ണിന് കുറച്ച് എന്താ പറയുക മണലിൻ്റെയൊക്കെ അംശം ഉള്ളത് കാരണം ഞങ്ങൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് മണ്ണ് ഇറക്കി, അതായത് നല്ല മണ്ണ് ഇറക്കി, ഇത് കണ്ടില്ലേ, നല്ല മണ്ണ് ഇറക്കിയിട്ട് അതിനെ കൂടെ മിക്സ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന വെറൈറ്റിയാണ്. ഏറ്റവും വലിയ മാങ്ങ കിട്ടുന്ന വലിപ്പമുള്ള മാങ്ങ കിട്ടുന്ന ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന വെറൈറ്റിയാണ് ഈ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ സൂപ്പർ ക്യൂൻ്റെ വെറൈറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബ്ലാക്ക് ആൻഡ്രൂസ് ആണ്. നല്ല വളർച്ചയുള്ള 36 കവറിലെ വലിയ മാവാണ് വെച്ചത്. അതുപോലെ തന്നെ ഇത് സൂപ്പർ ക്യൂൻ്റെ വെറൈറ്റിയാണ്. സൂപ്പർ ക്യൂൻ അത്യാവശ്യം മെച്ചറായിട്ടുള്ള പ്ലാന്റാണ് സൂപ്പർ ക്യൂൻ്റെ വെച്ചത്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മാവുകളും നമ്മളിവിടെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ഒരു മാവ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗുദാദത്ത് മാവിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ് കേട്ടോ. അത്യാവശ്യം പടർന്ന് വളരുന്നൊരു മാവിനമാണ്. അതിൻ്റെയും നല്ലൊരു വലിയ മാവ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2-3 ചെറിയ മാവുകളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം ഏരിയ ഉള്ളൊരു പ്ലോട്ടാണ്. അപ്പോൾ നമ്മൾ അതിരിൽ നിന്നും ഏകദേശം 6 അടിക്ക് മേലെ വിട്ടിട്ടാണ് പ്ലാന്റുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല വെളിച്ചമുള്ള സ്ഥലം നോക്കിയാണ് നമ്മൾ പ്ലാന്റുകളെല്ലാം തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ ആ കോർണറിൽ നമ്മൾ വെക്കുന്ന മാവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൽഫോൺസ മാവാണ് ആ കോർണറിൽ വെക്കുന്നത്. ഇത് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന മാവാണ്. അപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തിരി വളർച്ച കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാനുണ്ട്. അതുപോലെ ഉണ്ടല്ലേ, ഇത് മണലിൻ്റെ അംശം ചെറിയ രീതിയിലുണ്ട്. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പ്ലോട്ട് അങ്ങോട്ട് നോക്കിയേ, കണ്ടോ, നമ്മൾ നോക്കുമ്പോൾ അറിയാം എല്ലാ ഭാഗത്തും കണ്ടോ ഒരു കൺജസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, കുറച്ചധികം മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്താ പറയുക മരങ്ങളെ നിർത്തിയിട്ട് അതിൻ്റെ ബ്രാഞ്ചുകളെ മരങ്ങൾക്ക് കേടുവരാത്ത രീതിയിൽ കട്ട് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്
ഏകദേശം ഒരു 6 മാസം കൊണ്ട് തന്നെ നമ്മളിത് വളർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച്, നമ്മുടെ മാവുകൾ വളർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച് ഇത് റെഡിയാക്കി എടുക്കും കേട്ടോ. ഇവിടുത്തെ വർക്കുകളെല്ലാം തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ സ്ഥലമുണ്ടെങ്കിൽ, അതായത് ഉപയോഗയോഗ്യമല്ലാതെയുള്ള പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നല്ല നല്ല ഫ്രൂട്ട് പ്ലാന്റുകൾ വെച്ച് നമ്മൾ ഉപയോഗയോഗ്യമാക്കി തരും. അതിപ്പോൾ മാവാകണമെന്നില്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ റംബൂട്ടാൻ്റെ പ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്തു തരും. ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്ലാന്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു തരും. അത് ചെയ്യുക മാത്രമല്ല, ഉത്തരവാദിത്തത്തോടുകൂടി അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തരുന്നതാണ്. അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു ഫാം സെറ്റ് ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഫാമുകൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് മാവ് നടാനൊക്കെ, വലിയ മാവൊക്കെ നടാൻ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഇനിയും നല്ല അടിപൊളി ട്രെൻഡിങ് കണ്ടൻറ്റുകൾ വീണ്ടും വരും, നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വഴിയേ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ബൈ.